ഹലോ, ഇന്ന് നമുക്ക് ഷെയ്ത്താൻ എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, നായകൻ തന്റെ കുടുംബത്തെയും കൊണ്ട് വീക്കെൻഡ് ആഘോഷിക്കുവാനായിട്ട് ഫാം ഹൗസിലേക്ക് പോകുന്ന വഴിയിൽ ഒരു വഴിയോര കടയിൽ ഫുഡ് കഴിക്കാനായി കയറുന്നു. അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരാളിൽ നിന്നും നായകന്റെ മകൾ ഒരു ലഡ്ഡു വാങ്ങി കഴിക്കും. അതിനുശേഷം അവളുടെ സ്വഭാവമൊക്കെ മാറുവാനായും തുടങ്ങി. അത് കഴിഞ്ഞ് അവരുടെ ഫാം ഹൗസിൽ അയാളെത്തി അയാളുടെ ഫോണിന് ചാർജ് ഇല്ലെന്ന് പറഞ്ഞ് ചാർജിനും വെക്കും. അയാളുടെ സാമീപ്യം നായകന്റെ മകളിൽ അമാനുഷികമായ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. അയാൾ ആരാണ്, അതിന് പിന്നിൽ ബ്ലാക്ക് മാജിക് ആണോ, ആ പെൺകുട്ടിയെ മാത്രം എന്തിനു ഫോളോ ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ ഫുൾ വീഡിയോ കാണാനായിട്ട് മറക്കരുതേ. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എങ്കിൽ നമുക്ക് കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ നായകനായ കബീർ തന്റെ മകനായ ധ്രുവിനൊപ്പം മൂത്ത മകളായ ജാൻവിയെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് കോളേജിലേക്ക് പോയി. സർപ്രൈസായി എത്തിയതാണ് അച്ഛൻ. അച്ഛൻ വന്നതറിയാതെ ഒരു പയ്യനെ ഹഗ് ചെയ്യുകയും മറ്റൊരു പയ്യനൊപ്പം ബൈക്കിൽ കയറി പോകാനൊരുങ്ങുമ്പോഴോ കബീർ നിർത്താതെ ഹോണടിക്കും. അത് കണ്ട ജാൻവി ഉടനെ തന്നെ കാറിലേക്ക് കയറുന്നു. അവൾ കൂട്ടുകാരോടൊപ്പം ട്രിപ്പ് പോകുവാനായി തീരുമാനിച്ച കാര്യം പറയുമ്പോഴോ മനസ്സില്ലാ മനസ്സോടെ കബീർ സമ്മതിക്കും. എന്നാൽ ഭാര്യയായ ജ്യോതി അതിന് സമ്മതിക്കില്ല. കാരണം കഴിഞ്ഞ തവണ അവൾ ട്രിപ്പ് പോയപ്പോഴോ ഫോൺ എടുക്കത്തേയില്ല. എവിടെ എത്തിയെന്നറിയാതെ ഒരുപാട് ടെൻഷൻ അടിച്ചെന്ന് ജ്യോതി പറയും. ഇത്തവണ പോകുമ്പോൾ ലൈവ് ലൊക്കേഷൻ ഓണാക്കിയിട്ടിട്ട് പോകാമെന്ന് ജാൻവി പറയുന്നതിനാൽ ജ്യോതിയും സമ്മതിക്കും. അവരുടെ ജീവിതം സന്തോഷമായി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ അവർ വീക്കെൻഡ് ആഘോഷിക്കുവാനായിട്ട് കബീറിന്റെ ഫാം ഹൗസിലേക്ക് പോകും വഴി ആഹാരം കഴിക്കുവാനായിട്ട് ഒരു വഴിയോര കടയിൽ കയറും. അവിടെ ചായ വാങ്ങാനായിട്ട് സ്പെഷ്യലായിട്ട് 10 രൂപ നൽകണമത്രേ. എന്നാൽ കബീറിന്റെ കയ്യിലാണെങ്കിൽ 500 നോട്ട് മാത്രമാണുള്ളത്. ചില്ലറയില്ല, ഗൂഗിൾ പേക്കുള്ള സൗകര്യം പോലുമില്ല. എങ്കിൽ ചായ വേണ്ട എന്ന് പറഞ്ഞ് കബീർ ടേബിളിലേക്ക് പോകും. അത് കണ്ടുകൊണ്ട് നിന്ന ഒരാളാണെങ്കിലോ അവർക്ക് ചായയും വാങ്ങി അവരുടെ ടേബിളിലേക്ക് വന്നിട്ട് ഞാൻ വനരാജ് എന്ന് പറഞ്ഞ് പരസ്പരം പരിചയപ്പെടും. കബീറും കുടുംബവുമായി വനരാജ് നല്ല കമ്പനിയായി. കഴിക്കാനായിട്ട് കുട്ടികൾക്ക് വനരാജ് കൊണ്ടുവന്ന ലഡുവും നൽകുകയാണ്. വനരാജ് ഫോണിൽ തന്റെ ഭാര്യയുടെ ഫോട്ടോയൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ജാൻവിയും ധ്രുവും അടികൂടിയാണ് ആ ലഡു എടുത്തത്. ഒടുവിൽ എല്ലാ ലഡുവും ജാൻവി കഴിക്കുകയാണ്. അതിനുശേഷം ജാൻവിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുവാനായിട്ടും തുടങ്ങി. അവൾ വനരാജുമായി വല്ലാതെ കണക്റ്റ് ആകുവാനായിട്ടും തുടങ്ങി. അതേസമയം ഒരു കോൾ വന്ന് സംസാരിച്ചിട്ട് വന്ന കബീറാണെങ്കിലോ ഇന്ന് ഫാം ഹൗസിൽ വേലക്കാരൻ വരില്ല, അവന് ആക്സിഡന്റ് ആയെന്ന് പറയുമ്പോൾ ഞാൻ തന്നെ അപ്പോൾ ആഹാരം കുക്ക് ചെയ്യണമെന്നല്ലേ എന്ന ചിന്തയാണ് ജ്യോതിക്ക്. ആഹാരം കഴിക്കാതിരുന്ന ജാൻവി ആണെങ്കിലോ വനരാജ് പറഞ്ഞപ്പോൾ ഉടനെ കഴിക്കുകയും പോകാമെന്ന് പറഞ്ഞ് കാറിൽ കയറുകയും ചെയ്യും. അവളുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റം വരുന്നു. അപ്പോൾ കബീറും മകനും കടയിൽ നിന്ന് സാധനം വാങ്ങുകയും ജ്യോതി ഫോണിൽ സംസാരിക്കുകയുമായിരുന്നു. ജാൻവി കാറിലിരിക്കവേ വനരാജ് അവിടേക്ക് വന്നിട്ട് ജാൻവിയുടെ കയ്യിൽ ഒരു ബിസ്ക്കറ്റ് കൊടുത്തിട്ട് ഇത് ഫാം ഹൗസിൽ എത്തിയ ഉടനെ തന്നെ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് പോകും. ഫാം ഹൗസ് എത്തിയതും കാറിൽ നിന്ന് ഇറങ്ങാതെ തന്നെ അവൾ ആ ബിസ്ക്കറ്റ് മുഴുവൻ കഴിച്ചു. അതിനുശേഷം 4 പേരും ഡ്രസ്സ് പോലും മാറാതെ പൂളിൽ കളിക്കുകയാണ്. ജ്യോതിയുടെ ഫോൺ നനഞ്ഞതിനാൽ അവൾ ആ ഫോൺ അരിയിൽ താഴ്ത്തി വെക്കും. അതിനുശേഷം തല തോർത്തിക്കൊണ്ട് നിൽക്കവേ ഗേറ്റിന് മുന്നിൽ വനരാജിനെ കാണുന്നു. അക്കാര്യം ജ്യോതി കബീറിനോട് പറയും. അതേസമയം തന്നെ വനരാജ് വീടിനുള്ളിലേക്ക് കയറി വന്നു. ജ്യോതിയും കബീറും എത്തിയപ്പോഴോ വനരാജ് ഹാളിലാണ്. ജാൻവി കൂട്ടിക്കൊണ്ട് വന്നതാണെന്നും എന്റെ ഫോൺ ചാർജ് തീർന്നു, ചാർജിന് വെക്കണം, മകളെ വിളിക്കണമെന്നും പറയുമ്പോൾ കബീർ അതിന് സമ്മതിക്കും. ജ്യോതി വനരാജിന് കുടിക്കുവാനായിട്ട് കോഫി ഉണ്ടാക്കുവാനായും പോയി. എന്നാൽ ജ്യോതി കബീറിനോട് പറയുന്നുണ്ട് ഇയാൾക്ക് എങ്ങനെ നമ്മുടെ ഫാം ഹൗസ് അറിയാം എന്നൊക്കെ ചോദിക്കുമ്പോൾ അറിയില്ല, നമ്മുടെ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കുവാനായിട്ടും കബീർ പറയും. ജ്യോതി കോഫി ഉണ്ടാക്കുവാനായും പോകും. മറ്റൊരു വശത്ത് ജാൻവി വനരാജിനടുത്തെത്തുകയാണ്. കബീർ തല തുടയ്ക്കുവാനായി പറഞ്ഞിട്ടും കേൾക്കാത്ത ജാൻവി വനരാജ് പറഞ്ഞപ്പോൾ അതനുസരിച്ചു. കൂടാതെ ജാൻവിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് വനരാജ് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞ് അവൾ എല്ലാ കാര്യവും വനരാജിനോട് തുറന്നു പറയും. ബോയ് ഫ്രണ്ടിനൊപ്പം ലഡാക്കിൽ പോകുവാൻ പോകുന്ന കാര്യവും പറയുമ്പോഴോ നീ പോകില്ല, പകരം എന്നോടൊപ്പം എൻ്റെ വീട്ടിൽ വരുമെന്ന് അവൻ പറയും. വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ ജാൻവി യെസ് പറയാൻ വരുന്ന സമയം ധ്രുവ് അവളെ ഊഞ്ഞാലാടുവാനായി വിളിച്ച് ബഹളമുണ്ടാക്കും. അത് കണ്ട വനരാജ് പോയി അവനിനി ഒരിക്കലും നിന്നെ കളിക്കാൻ വിളിക്കാത്ത വിധം പേടിപ്പിക്കുവാനായി പറയും. കുറച്ചു കഴിഞ്ഞ് ധ്രുവ് ഉറക്കെ കരയുകയാണ്. എന്തെന്നാൽ ഊഞ്ഞാലിന്റെ മുകളിൽ കയറി നിന്ന ജാൻവി ഒരു ഭ്രാന്തിയെ പോലെ ധ്രുവിനെ ആട്ടുകയാണ്. കബീറും ജ്യോതിയും അവിടെ എത്തി. ജ്യോതിയും കബീറും ജാൻവിയോട് നിർത്താൻ പറഞ്ഞിട്ടും അവൾ കേട്ടില്ല. എന്നാൽ വനരാജ് പറഞ്ഞപ്പോൾ അവൾ അനുസരിച്ചു. ഊഞ്ഞാലിൽ നിന്നും ഇറങ്ങിയ മകനാണെങ്കിലും തല കറങ്ങി തറയിൽ വീഴുന്ന അവസ്ഥയായിരുന്നു. എന്താ നടക്കുന്നതെന്ന് അറിയില്ല എന്നൊക്കെ ജാൻവി അവരോട് പറയുകയാണ്. അകത്ത് വന്ന ജാൻവിയോട് മാപ്പ് പറയുവാനായി വനരാജ് പറയുമ്പോൾ അവൾ കബീറിനോടും അമ്മയോടും അനുജനോടും ഒക്കെ മാപ്പ് പറയും. അങ്ങനെ രാത്രിയായി. എല്ലാവരും ആഹാരം കഴിക്കാനിരിക്കും. ജാൻവിയും ധ്രുവും പരസ്പരം മിണ്ടുന്നതേയില്ല.
പോട്ട് സാരമില്ല, അത് നിന്റെ കുഴപ്പമൊന്നുമല്ല എന്ന് കബീർ ജാൻവിയെ ആശ്വസിപ്പിക്കുമ്പോഴോ അവിടെയുണ്ടായിരുന്ന വനരാജ് അവരുടെ കുഴപ്പമൊന്നുമല്ല, നിങ്ങൾ മക്കളെ നന്നായി വളർത്താത്തതാണെന്ന് പറയും. അത് കേട്ട കബീർ, നിങ്ങൾ ആവശ്യമില്ലാതെ ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടരുത്, നിങ്ങൾക്കൊന്നും അറിയില്ലെന്ന് പറയുമ്പോൾ എനിക്കറിയാം എന്ന് പറഞ്ഞ് ജാൻവി ലഡാക്കിൽ ബോയ് ഫ്രണ്ടിനൊപ്പം പോകുന്ന കാര്യം വനരാജ് പറയും. അത് കേട്ട ജ്യോതി, നീ എന്തിനാ അതൊക്കെ പുറത്തുള്ള ആളുകളോട് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല അമ്മേ, എനിക്കെന്തോ അയാൾ പറയുന്നതൊക്കെ ഞാൻ ചെയ്യുന്നത് പോലെ തോന്നുന്നെന്ന് പറയുമ്പോൾ അത് കറക്റ്റാണ്, വേണമെങ്കിൽ ഡെമോ കാണിക്കാമെന്ന് പറഞ്ഞ് ജാൻവി നീ നിന്റെ ബോയ് ഫ്രണ്ടിനെ വിളിച്ച് ബ്രേക്കപ്പ് ആകുക, എന്നിട്ട് അവൻ്റെ നമ്പർ ബ്ലോക്കും ചെയ്യാനായി പറയും. ജാൻവി അതനുസരിക്കും. അതെല്ലാം കണ്ടുകൊണ്ട് നിന്ന കബീറും ജ്യോതിയും ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ കബീർ, നീ ഇവിടെ നിന്ന് പോകണമെന്ന് വനരാജിനോട് പറയുമ്പോൾ പറ്റില്ല, വന്ന ജോലി കഴിഞ്ഞില്ലെന്ന് പറയുമ്പോൾ കബീർ അവന്റെ കയ്യിൽ പിടിച്ച് വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോകും. എന്നാൽ വനരാജ് ജാൻവിയോട് അച്ഛനെ തടയാനായി പറയും. ഉടനെ തന്നെ ജാൻവി കബീറിനെ തള്ളി മാറ്റുകയാണ്. അത് കണ്ട കബീറും ജ്യോതിയും ഷോക്കായി നിൽക്കും. നീ എന്താ ചെയ്തത് എന്ന് കബീർ ചോദിക്കുമ്പോൾ മന്ത്രവാദം ചെയ്തുവെന്ന് വനരാജ് കാഷ്വലായി പറയും. ജാൻവിക്ക് കൊടുത്ത ലഡുവിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നിട്ട് ജാൻവിയോട് ഇരിക്കൂ, എഴുന്നേക്കൂ എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം അവൾ അനുസരിക്കും. ജാൻവിയെ കൊണ്ട് അവിടെയുണ്ടായിരുന്ന എല്ലാവരുടെയും ഫോണും ടെലിഫോൺ കണക്ഷനും ഒക്കെ അവൻ നശിപ്പിക്കും. ജാൻവിക്ക് തേയിലയുടെ മണം ഒട്ടും ഇഷ്ടമല്ല. ആയതിനാൽ വനരാജാണെങ്കിലോ തേയില എടുത്തുകൊണ്ടുവന്ന് കഴിക്കുവാനായും ജാൻവിയോട് പറയും. ജാൻവി അത് കഴിക്കുന്നത് കണ്ട ജ്യോതിയാണെങ്കിലോ തട്ടിമാറ്റും. നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ജാൻവിയെ എനിക്കൊപ്പം പറഞ്ഞു വിടാനായി വനരാജ് പറയും. അതേസമയം ധ്രുവ് മുകളിൽ നിന്നും താഴേക്ക് വരികയായിരുന്നു. ജാൻവി വനരാജിന്റെ കാല് മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നിറുക്കി പിടിച്ചുപോയി, അതിനാൽ അയാൾ അവളെ അടിക്കും. അത് കണ്ടുകൊണ്ടെന്ന് സഹിക്കാനാകാത്ത കബീർ വനരാജിനെ തല്ലും. എന്നാൽ വനരാജാണെങ്കിലോ ജാൻവിയോട് ധ്രുവിന്റെ തല അടിച്ചു പൊട്ടിക്കുവാനായി പറയുന്നു. ജ്യോതി തടയാൻ നോക്കിയെങ്കിലും അത് കേൾക്കാതെ ജാൻവി ധ്രുവിന്റെ തല അടിച്ചു പൊട്ടിച്ചു. അവൻ തറയിൽ വീണ് തലയിലൂടെ രക്തം വാർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം 2 പോലീസ് പുറത്തു വന്ന് കോളിംഗ് ബെല്ലടിക്കും. ആരെയും കാണാതെ അവർ അകത്തേക്ക് ചെല്ലുമ്പോഴോ 3 പേരും പാട്ടും കേട്ടിരിക്കുന്നതായി അഭിനയിക്കുകയാണ്. അകത്ത് കയറിയ പോലീസ് എന്താ വിളിച്ചിട്ടാരും കേൾക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ അത് പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു സാർ എന്നായിരുന്നു അവർ മറുപടി പറഞ്ഞത്. എന്താ സാർ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ വനരാജിനെ കാണിച്ചിട്ട് ഇതാര് എന്ന് ചോദിക്കുമ്പോൾ ഫ്രണ്ട് എന്ന് കബീർ മറുപടി പറയും. വനരാജിന്റെ മുഖത്തെ മുറിവ് കണ്ടിട്ട് അത് തിരക്കുമ്പോഴോ ഇതോ ഇന്ന് എൻ്റെ പിറന്നാളായിരുന്നു, ആഘോഷിച്ചപ്പോൾ പറ്റിയതാണെന്ന് വനരാജൻ പറയും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കബീർ ചോദിക്കുമ്പോൾ ജ്യോതി എന്ന നമ്പറിൽ നിന്നും ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് കോൾ വന്നു, അത് തിരക്കി വന്നതാണെന്ന് പോലീസ് പറയും. അപ്പോൾ വനരാജിന് ദേഷ്യമാകും. കാരണം ഫോണെല്ലാം നശിപ്പിച്ചതല്ലേ, പിന്നെ മറ്റൊരു ഫോൺ എവിടെ നിന്ന് എന്ന് സംശയമായി. സ്വിമ്മിംഗ് പൂളിൽ നനഞ്ഞ ഫോൺ അരിക്കുള്ളിൽ വെച്ചില്ലേ, അതിൽ നിന്നാണ് കോൾ പോയത്. ആരും അറിയാതെ ജ്യോതി വിളിച്ചതായിരുന്നു. ഞാൻ വിളിച്ചില്ലെന്ന് ജ്യോതി കള്ളം പറയുമ്പോൾ പോലീസാണെങ്കിലോ ആ നമ്പറിലേക്ക് കോൾ ചെയ്യും. ഓ, അതിൻ്റെ മകൻ ഫോൺ എടുത്ത് കളിക്കുന്നതാണെന്ന് പറഞ്ഞ് അടുക്കളയിൽ ഫോൺ എടുക്കാനായി പോയപ്പോഴോ ജാൻവി ഗ്യാസ് സിലിണ്ടർ തുറന്നിട്ട് തീപ്പെട്ടിയുമായി ഇരിക്കുകയാണ്. എന്തെങ്കിലും പറഞ്ഞാൽ അവൾ കൊളുത്തുമെന്നറിയാവുന്ന ജ്യോതി വേറൊരു വഴിയുമില്ലാതെ ഫോൺ എടുത്ത് പുറത്തേക്ക് വന്നു സോറി സാർ, മകൻ ചെയ്തതാണ് എന്ന് പറയുമ്പോൾ പോലീസ് തിരികെ പോകും. അവർ പോയ ഉടനെ തന്നെ ധ്രുവ മുകളിൽ നിന്നും താഴേക്ക് വരും. ജ്യോതിയാണെങ്കിലോ മകളെ വെറുതെ വിടാൻ പറയുമ്പോൾ ജ്യോതിയെ കൊണ്ട് തന്നെ ഫോൺ നശിപ്പിച്ചിട്ട് ജാൻവിയെ പുറത്തേക്ക് വരുവാനായും പറയും. രക്ഷപ്പെടാനുള്ള ആഗ്രഹത്തിൽ കബീർ ആണെങ്കിലോ നിനക്ക് എന്ത് വേണം, ഈ വീട് വേണമെങ്കിൽ എടുത്തോ എന്നൊക്കെ പറയുമ്പോൾ ശരി, വീട്ടിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ടുവരാനായി പറയും. കബീർ ആണെങ്കിലോ ഒരു ബാഗിൽ നിറയെ കാശും സ്വർണവുമായി എത്തി വനരാജിന് നൽകും. വനരാജ് അതുമായി ഇറങ്ങിപ്പോയി. അവർക്കൊരുപാട് സമാധാനമായി, പ്രശ്നങ്ങളെല്ലാം തീർന്നെന്ന് കരുതും. പക്ഷെ ജാൻവി ആരോടും മിണ്ടാതെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അത് കണ്ട് ഭയന്ന കബീർ വനരാജിനെ തിരികെ വിളിക്കുവാനായി പോകും. അപ്പോൾ പുറത്തു വന്ന വനരാജാണെങ്കിലോ ആ ബാഗ് കത്തിച്ചിട്ട് നിൽക്കുകയാണ്. എന്നെ വിലയ്ക്ക് വാങ്ങാമെന്ന് കരുതിയോ, അതാണ് മനുഷ്യന്റെ പ്രശ്നം. കാശ് വേണമെന്ന് ദൈവത്തിന് മുന്നിൽ പോയി കെഞ്ചും, കാശ് വന്നാൽ ഞാനാണ് ദൈവമെന്ന് പറഞ്ഞ് ജീവിക്കും. ഞാൻ മനുഷ്യനല്ല, ഞാനാണ് ദൈവമെന്ന് വനരാജ അലറുകയാണ്. അത് കണ്ട് കബീറും ജ്യോതിയും പേടിക്കും. അവർക്കൊന്നും ചെയ്യാനാകില്ലെന്ന കാര്യം ഉറപ്പായി. അകത്തു വന്ന വനരാജ് എന്താ ഒരു ഫോണുള്ളത് എന്നോട് പറയാത്തത് എന്ന് പറഞ്ഞ് ജാൻവിയോട് തനിയെ തല്ലുവാനായി പറയും. അവൾ അതുപോലെ തന്നെ അവളുടെ 2 കവിളിലും അടിക്കുകയാണ്. മൂക്കിൽ നിന്നും വായിൽ നിന്നും ഒക്കെ രക്തം വന്നു. ഉടനെ തന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ഡാൻസ് കളിക്കുവാനായും പറഞ്ഞപ്പോഴോ ജാൻവി അതും ചെയ്തു. അവൾ ഡാൻസ് കളിച്ച് തളർന്നു വീഴാറായി. അച്ഛനും അമ്മയും കരഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുകയാണ്. കബീർ തന്റെ മകനെ നോക്കാനായി പോയി. ജാൻവിയുടെ അടുത്തെത്തുകയാണ് ജ്യോതി.
എന്നാൽ വനരാജ് പറഞ്ഞിട്ടുണ്ട് ആരടുത്ത് വന്നാലും കഴുത്തറുക്കാൻ. അതിനാൽ പേടിച്ച് ജ്യോതി മാറിപ്പോകും. ആ ശരി, ഞാൻ ഉറങ്ങാൻ പോകുന്നു. ആരെന്റെ അടുത്ത് വന്നാലും കത്തി കൊണ്ടവരെ കൊല്ലുവാനായിട്ട് വനരാജ് ജാൻവിയോട് പറഞ്ഞിരുന്നു. അപ്പോൾ കബീർ താഴേക്ക് വന്ന് എങ്ങനെയെങ്കിലും ഇന്റർനെറ്റ് കണക്ട് ചെയ്ത് കമ്പ്യൂട്ടർ വഴി ആരെയെങ്കിലും വിവരം അറിയിക്കാമെന്ന് കരുതുമ്പോഴോ ജാൻവിയാണെങ്കിലോ കുത്തുവാൻ റെഡിയായി നിൽക്കും. അവൾ അറിയാതെ തന്നെ ഡ്രസ്സിൽ കൂടി മുള്ളിപ്പോയി. അതറിഞ്ഞ ജ്യോതി താഴെ വന്ന് അവളുടെ ഡ്രസ്സ് മാറ്റുവാനായി വിളിക്കുമ്പോഴോ വനരാജ് അവിടെ നിന്ന് തന്നെ ഡ്രസ്സ് മാറുവാനായി ജാൻവിയോട് പറയും. ജാൻവി അതനുസരിക്കുവാനായും തുടങ്ങി. അത് കണ്ട് ദേഷ്യം വന്ന ജ്യോതി ജാൻവിയിൽ നിന്നും കത്തി പിടിച്ചു വാങ്ങി വനരാജിനെ കുത്തുവാനായി പോകും. രണ്ടാളും തമ്മിൽ അടികൂടുകയാണ്. കബീർ താഴെ വന്ന് വനരാജിനെ തല്ലുമ്പോഴോ ദേഷ്യം വന്ന വനരാജ് ജാൻവിയോട് ധ്രുവിനെ കൊല്ലുവാനായി പറയും. അവൾ ഉടനെ തന്നെ മുകളിലേക്ക് പോയി ധ്രുവിനെ വലിച്ച് താഴേക്കെറിയും. കബീർ രക്ഷിക്കാൻ നോക്കിയെങ്കിലും പറ്റിയില്ല. തറയിൽ വീണ് തല പൊട്ടി രക്തം പോവുകയാണ്. പക്ഷെ അവന് ജീവനുണ്ട്. മകനെയെങ്കിലും രക്ഷിക്കണമെന്ന് അവർ കരുതി ജാൻവിയെ വനരാജിനൊപ്പം അയക്കും. ജ്യോതിയാണെങ്കിലും മകനുമായി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴോ കബീർ സൈക്കിളിൽ വനരാജിനെ ഫോളോ ചെയ്യും. അയാൾ ജാൻവിയെ കാടിനുള്ളിലെ ഒരു ഒഴിഞ്ഞ അമ്പലത്തിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ ജാൻവിയെ പോലെ ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവളെ ചേർത്ത് 108 പേർ. അതേസമയം കബീർ തന്റെ ആക്സിഡന്റായ ജോലിക്കാരന്റെ വീട്ടിൽ വരും. കാരണം ആദ്യം വനരാജിനെ പരിചയപ്പെടുമ്പോൾ അവൻ ഭാര്യയുടെ ഫോട്ടോ കാണിക്കാനായിട്ട് ഫോൺ എടുത്ത് അൺലോക്ക് ചെയ്തത് നോക്കി വെച്ചിരുന്നു കബീർ. ജ്യോതിയുമായി വനരാജ് അടികൂടുന്ന സമയം കബീർ അവനറിയാതെ അവന്റെ ഫോൺ ഓണാക്കി ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്തിരുന്നു. അതും വേലക്കാരന്റെ നമ്പറിലേക്ക്. അപ്പോൾ ലൊക്കേഷൻ കണ്ടെത്തുവാനായിട്ട് വേലക്കാരന്റെ ഫോണിന് വേണ്ടിയിട്ടാണ് അവിടെ എത്തിയത്. മറ്റൊരു വശത്ത് വനരാജ് ഒരു പൂജ നടത്തുകയാണ്. കറുത്ത വേഷം ധരിച്ച് ഒരു ബോക്സിൽ ആണി കുത്തിയ ഒരുപാട് കറുത്ത ബൊമ്മയും ഒരേ ഒരു ചുവപ്പ് ബൊമ്മയുമായി തീക്കുണ്ടത്തിന് മുന്നിൽ നിൽക്കുന്നു. എന്നിട്ട് ആ പെൺകുട്ടികളോട് കറുപ്പ് ബൊമ്മ കാണിച്ചാൽ തീക്ക് മുന്നിലേക്ക് വരണം, ചുവപ്പ് കാണിച്ചാൽ തീയിലേക്ക് ചാടി സ്വതന്ത്രരാകണമെന്നും പറയും. അവരതുപോലെ അനുസരിക്കാനായി തയ്യാറാകും. അവരെ ബലി നൽകിയാൽ ആർക്കും തടുക്കാനാകാത്ത ശക്തി കിട്ടി ദൈവമാകുമെന്ന് വനരാജ് കരുതുന്നു. അതേസമയം കബീർ അവിടെ എത്തുകയാണ്. വനരാജിന്റെ ആളുകൾ കബീറിനെ ഒരുപാട് തല്ലി. കബീറിനെ തല്ലി അവശനാക്കി വനരാജിന്റെ കാൽ കീഴിൽ കൊണ്ടുവന്നിടും. വനരാജ് ചുവന്ന ബൊമ്മ തീയിലേക്കിടാൻ പോവുകയാണ്. കബീറിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഉടനെ തന്നെ കബീർ ഒരു തീക്കഷ്ണം കൊണ്ട് അയാളുടെ കാലിലിടിക്കും. വനരാജിന്റെ കയ്യിൽ നിന്നും ചുവന്ന ബൊമ്മ കബീറിന്റെ കയ്യിൽ കിട്ടുകയാണ്. കബീർ ആ ബൊമ്മയാണെങ്കിലോ വനരാജിന്റെ വായിലേക്ക് കുത്തിക്കയറ്റുകയാണ്. ആണി കൊണ്ട് നാക്കും മുറിക്കും. വേദന കാരണം വനരാജ് പിടയുകയാണ്. അങ്ങനെ പൂജയും മുടങ്ങി. കബീർ വെട്ടിയ വനരാജിന്റെ നാക്ക് തീയിലേക്ക് എറിയുകയാണ്. അപ്പോൾ ആ പെൺകുട്ടികൾ അവനെ കൊല്ലുവാനായി ഓടിവരും. കബീർ ആണെങ്കിലോ വനരാജിന്റെ ശബ്ദം അവരെ കേൾപ്പിക്കും. എങ്ങനെയെന്നാൽ വനരാജ് വീട്ടിൽ വെച്ച് അലറിപ്പറയുന്നതെല്ലാം മകന്റെ സൗണ്ട് റെക്കോർഡർ വെച്ച് കബീർ റെക്കോർഡ് ചെയ്തിരുന്നു. വനരാജിന്റെ ശബ്ദം എഡിറ്റ് ചെയ്ത് നിങ്ങളെല്ലാം പഴയതുപോലായി എന്നാക്കി മാറ്റും. അതെല്ലാം കേട്ട് പെൺകുട്ടികളെല്ലാം പഴയതുപോലായി. ജാൻവിയും നോർമൽ ലൈഫിലേക്ക് വന്നു. അവൾ അച്ഛനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരയും. അതേസമയം വനരാജ് രക്ഷപ്പെട്ടും പോയി. എങ്ങാട്ട് പോയെന്ന് ആർക്കും അറിയില്ല. മകളെയും കൂട്ടി ഹോസ്പിറ്റലിലും പോവുകയാണ് കബീർ. ഹോസ്പിറ്റലിലായിരുന്ന കബീറിനെ കാണാനെത്തിയ പോലീസ് എല്ലാ പെൺകുട്ടികളെയും വീട്ടിലെത്തിച്ചു. കാണാതായ പകുതിയിൽ കൂടുതൽ പെൺകുട്ടികളെയും തിരിച്ചു കിട്ടില്ലെന്നാണ് കരുതിയത്. അവരെ കണ്ടെത്തിയതിന് നന്ദിയും പറയും. വനരാജിനെ പറ്റി തിരക്കുമ്പോഴോ അയാളെ അന്വേഷിക്കുന്നുണ്ട്, ഉടനെ കണ്ടെത്തുമെന്ന് പോലീസ് മറുപടി പറയും. അത് കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷമാണ് കാണിക്കുന്നത്. കബീർ കാടിനുള്ളിലേക്ക് ഒരു ചത്തുപോയ എലിയെയും എടുത്ത് അണ്ടർഗ്രൗണ്ടിലെ റൂമിലേക്ക് പോവുകയാണ്. അവിടെ വനരാജിനെ കെട്ടിയിട്ട നിലയിൽ താടിയും മുടിയുമൊക്കെ വളർന്നു നാറ്റമായി ഇരിക്കുകയാണ്. ആഹാരം പോലും കൊടുക്കാതെ ഈ ചത്ത എലികളെ മാത്രമാണ് ഇട്ടുകൊടുക്കുന്നത്. വനരാജിന് മുന്നിലിരുന്ന കബീർ, നീ ശക്തിക്ക് വേണ്ടിയാണല്ലോ ഇതൊക്കെ ചെയ്തത്. സ്വന്തം മക്കളെ രക്ഷിക്കാനായി പോരാടുന്ന മാതാപിതാക്കളുടെ ശക്തിക്ക് മുന്നിൽ ഒരു ശക്തിയും വലുതല്ല. നാളെ കാണാമെന്ന് പറഞ്ഞ് കബീർ അവിടെ നിന്ന് പോകും. അതോടെ സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.